താങ്ക് യു. കാരണം ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് ഓടിച്ചാടി പോയ ഒരു വ്യക്തിയാണ്. എന്നിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഫൈനൽ ഫൈവിൽ വരും, ഞാൻ കപ്പെടുത്ത് വെക്കും. എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്തു ദ വേ ഐ ആം. ഞാനൊരു എന്തും ആയിക്കോട്ടെ, ഞാൻ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരിക്കലും ഞാൻ ഫേക്ക് ചെയ്തിട്ടില്ല. ഞാൻ എന്താണോ അത് തന്നെയാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ എല്ലാ ഇമോഷൻസും നിങ്ങൾ കണ്ടു. എന്നെ നിങ്ങൾ ഒരു മകനായി, ഒരു നിങ്ങളുടെ വീട്ടിലെ ഒരു ചേട്ടനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ടൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിനുള്ള ഒരു വലിയൊരു തെളിവാണ് ഞാൻ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ ഒരു വീക്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇനിയും എനിക്ക് ഇതിപ്പോൾ എൻ്റെ ലൈഫിൽ ഇതിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യണം ഫ്രം ബിഗ് ബോസ്. കാരണം ഇത്രയും നാൾ ഞാൻ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇപ്പോൾ ഞാൻ ഇവിടം വരെ എത്തി. അത് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം എത്തിയത്, അല്ലാതെ ഞാനിവിടെ ഭയങ്കര സംഭവമായിട്ടോ കൊണ്ടുവന്നത്. കാരണം എന്നെക്കാട്ടി പല രീതിയിലും കഴിവുകളുള്ള, പല രീതിയിലുള്ള പൊട്ടൻഷ്യലുള്ള പലരെയും ജനവിധിയുടെ പ്രകാരം ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ എൻ്റെ രീതിയിലുള്ള കാഴ്ചപ്പാട്. പക്ഷെ എന്നിട്ട് നിങ്ങൾ എന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം. അപ്പോൾ എനിക്ക് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം പ്ലീസ്. എനിക്ക് ഇനി ഇവിടെ നിൽക്കണം, എനിക്ക് ഫൈനൽ ഫൈവിൽ വരണം. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ മാക്സിമം എൻ്റെ 100% ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു, ഇനിയും തരും. അപ്പോൾ പ്ലീസ് പ്രേക്ഷകരെ എന്നെ ഇവിടെ നിർത്തണം. അത്രേ ഉള്ളൂ ബിഗ് ബോസ്. നിവിൻ, യെസ് ബിഗ് ബോസ്. ഇത് സമൂഹത്തിന്റെ ഒരു പ്രതിഫലനമാണ്. ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മത്സരത്തിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ ബിഗ് ബോസ്. ലക്ഷ്യത്തിന് വേണ്ടി മാത്രം മുന്നേറുക. എല്ലാവിധ ആശംസകളും. ഓക്കെ ബിഗ് ബോസ്.